നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 17-കാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കണ്ണൂർ ചേറ്റുംചാൽ സ്വദേശി ജിബിന് തടവും പിഴയും. പെൺകുട്ടിയെ മർദ്ദിച്ച പ്രതിയുടെ അമ്മ മിനി ജോസിന് 1 വർഷം തടവും. വയോധികർക്ക് നേരെ തെരുവുനായ ആക്രമണം വീണ്ടും. കണ്ണൂർ കണ്ണാടിപ്പറമ്പിലായിരുന്നു സംഭവം. തലശ്ശേരി നഗരഹൃദയത്തിലെ നഗരസഭ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഓഫീസുകളും കടകളും ചോർന്നൊലിക്കുന്നു. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വൻ നാശനഷ്ടം. പന്ന്യന്നൂരിൽ ഗ്രാമീണ കൂട്ടായ്മയിൽ സ്റ്റേഡിയം ഒരുങ്ങുന്നു. 40 ഏക്കർ സ്ഥലമാണ് സ്റ്റേഡിയത്തിനായി ഏറ്റെടുക്കുന്നത്. വാർത്തകൾ വിശദമായി. പോക്സോ കേസിൽ യുവാവിന് ജീവപര്യന്തം തടവും പിഴയും. 17-കാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കണ്ണൂർ ചേറ്റുംചാൽ സ്വദേശി ജിബിനാണ് ശിക്ഷ. പെൺകുട്ടിയെ മർദ്ദിച്ച പ്രതിയുടെ അമ്മ മിനി ജോസിന് 1 വർഷം തടവും ശിക്ഷ വിധിച്ചു. അച്ഛൻ, മുത്തശ്ശി എന്നിവരെ വെറുതെ വിട്ടു. തളിപ്പറമ്പ് പോക്സോ കോടതിയുടേതായിരുന്നു വിധി. വയോധികർക്ക് നേരെ തെരുവുനായ ആക്രമണം. കണ്ണൂർ കണ്ണാടിപ്പറമ്പിലാണ് ആക്രമണത്തിന് ഇരയായ ചാലിൽ സ്വദേശി യശോദക്ക് ഗുരുതര പരിക്ക്. ചുണ്ടും കവിളും കടിച്ചു പറിച്ചു. കൈക്കും കാലിനും കടിയേറ്റ യശോദയെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഴയിൽ ചോർന്നൊലിച്ച് തലശ്ശേരി ജൂബിലി കോംപ്ലക്സിലെ ഓഫീസുകളും കടകളും. കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന പ്രിന്റിംഗ് പ്രസ്സിൽ പേപ്പറുകൾ വെള്ളത്തിൽ കുതിർന്ന് നശിച്ചു. യന്ത്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ആരോഗ്യ വിഭാഗം ഓഫീസിലും സ്ഥിതി ഇതുപോലെ തന്നെ സമാനമാണ്. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന തലശ്ശേരി താലൂക്ക് SCST കോഓപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ്സിൽ കനത്ത മഴയിലുണ്ടായ ചോർച്ചയെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പ്രിന്റിങ്ങിനായി എത്തിച്ച മിക്ക പേപ്പറുകളും വെള്ളത്തിൽ കുതിർന്ന് നശിച്ചു. നിരവധി മെഷീനുകളിലും വെള്ളം കയറി ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഫാനുകളും ലൈറ്റുകളും നശിച്ചു. 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് പ്രിന്റിംഗ് പ്രസ് ജീവനക്കാർ പറയുന്നു. ജൂബിലി കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന SCST കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ്സാണ്. ഇവിടെ നമുക്ക് ഈ പ്രാവശ്യം നന്നായിട്ട് മഴ വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിനാണ് ഭയങ്കര പ്രശ്നം വന്നത്. ഫുള്ള് വെള്ളത്തിലാണ്. നമ്മൾ ഈ വെള്ളത്തിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ വർക്ക് മെറ്റീരിയൽസ് അറിയപ്പെടുന്ന പേപ്പേഴ്സാണ്. നമ്മൾ പൈസ കൊടുത്ത് ഇറക്കുന്ന പേപ്പേഴ്സും ക്രെഡിറ്റിലൊക്കെ ഇറക്കുന്ന പേപ്പേഴ്സ് ഉണ്ട്. ആ പേപ്പറിനൊക്കെ ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, നമ്മുടെ മെഷീൻ, സ്പോളിംഗ് മെഷീന്, അതുപോലെ തന്നെ ഫാന്, അതിലെല്ലാം വെള്ളം വീണിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. അപ്പോൾ നമ്മൾ ഫാൻ ഇടുമ്പോൾ തന്നെ മുകളിൽ നിന്നുള്ള വെള്ളം വീണിട്ട് അവിടെ അതിന് കണക്ഷൻ വരുന്ന ഭാഗത്ത് പുക വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ നടപടി എന്താണെന്ന് പ്രശ്നം. പ്രിന്റിംഗ് പ്രസ്സിന് നേരെ മുകൾ വശമുള്ള താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസ് ചോർച്ചയെ തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താൽക്കാലികമായി പ്രവർത്തനം മാറ്റിയിരിക്കുകയാണ്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഓഫീസിലും ചോർച്ച രൂക്ഷമായതോടെ കമ്പ്യൂട്ടറുകളും മറ്റ് സാധനങ്ങളും എല്ലാം തുണിയും മറ്റും ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഉച്ചയോടെ ജീവനക്കാർ ഫാനിട്ടപ്പോൾ വെള്ളമിറങ്ങി ഷോർട്ട് സർക്യൂട്ട് മൂലം ഫാനിൽ നിന്നും പുക ഉയർന്നു. ജീവനക്കാർ ഭയന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഇവിടുത്തെ ഓഫീസും താൽക്കാലികമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ മഴക്കാലത്തും സ്ഥിതി സമാനമായിരുന്നു. നഗരസഭ അധികാരികൾ ഇടപെട്ട് കെട്ടിടത്തിന് മുകളിൽ ഷീറ്റിട്ടെങ്കിലും ചോർച്ചയ്ക്ക് പൂർണ്ണമായ പരിഹാരം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പന്ന്യന്നൂരിൽ ഗ്രാമീണ കൂട്ടായ്മയിൽ സ്റ്റേഡിയം ഒരുങ്ങുന്നു. പന്ന്യന്നൂർ ടൗണിൽ തന്നെയുള്ള 40 ഏക്കർ സ്ഥലമാണ് സ്റ്റേഡിയത്തിനായി ഏറ്റെടുക്കുന്നത്. സ്ഥലത്തിനായുള്ള ഫണ്ട് വിവിധ പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ജനകീയ കമ്മിറ്റി. പന്ന്യന്നൂർ അരിയാക്കോൽ UP സ്കൂളിന് മുന്നിലായുള്ള 40 സെന്റ് സ്ഥലമാണ് സ്റ്റേഡിയം നിർമ്മാണത്തിനായി ഏറ്റെടുക്കേണ്ടത്. ഈ തുക കണ്ടെത്താൻ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് നാട്ടുകാർ. PP സുരേന്ദ്രൻ ചെയർമാനായും NP രാജൻ കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് ധനശേഖരണത്തിനായി പ്രവർത്തിക്കുന്നത്. ജൂലൈ അവസാനത്തോടെ സ്ഥലം രജിസ്റ്റർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇതിനായി നടത്തിയ പായസ ചലഞ്ച് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ A ശൈലജ ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്നമാണ് ഒരു കളിസ്ഥലം എന്നത്. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാനൂർ ബ്ലോക്ക് പഞ്ചായത്തും
പന്നന്നൂരിലെ ഒരു ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സമാഹരണം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക സമാഹരണം നടത്തുന്നതിന് വേണ്ടി വിവിധ ഘട്ടങ്ങളിലൂടെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കളിസ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പ്രഥമൻ ചാലഞ്ച് നടത്തുന്നതിന് വേണ്ടി ജനകീയ സമിതി മുന്നോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ജൂലൈ മാസത്തോടുകൂടി, ജൂലൈ ലാസ്റ്റോടുകൂടി തന്നെ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നു വരികയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ. ഈ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം നമുക്കറിയാം പന്നന്നൂരിനെ സംബന്ധിച്ചിടത്തോളം, പന്നന്നൂരിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കളിസ്ഥലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി എല്ലാവരുടെയും പന്നന്നൂരിലെ ജനാവലിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു സഹകരണം ഈ ഒരു പ്രവർത്തനത്തിന് ഉണ്ടാകണമെന്നും കിട്ടിയിട്ടുണ്ട് എന്നതുമാണ് ഈ സന്ദർഭത്തിൽ 850ഓളം ലിറ്റർ പ്രഥമനാണ് വിറ്റഴിച്ചത്. സ്റ്റേഡിയത്തിനായി 1 സെന്റ്, 1/4 സെന്റ് എന്നിങ്ങനെ സംഭാവന ചെയ്യാമെന്നും അവരുടെ പേര് വിവരങ്ങൾ ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്തുമെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നേരത്തെ വീട് കയറിയുള്ള ഫണ്ട് ശേഖരണം, സമ്മാന പദ്ധതി എന്നിവയും സ്റ്റേഡിയം ധനശേഖരണത്തിനായി നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജനകീയ കമ്മിറ്റി നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ മേഖലകളിലൂടെയുള്ള സാമ്പത്തിക സമാഹരണം ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഘട്ടം എന്ന നിലക്കാണ് ഈ പായസ ചാലഞ്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മയക്കുമരുന്നിനെതിരെ കായികം എന്ന സന്ദേശമുയർത്തി ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു. കെ പി മോഹനൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കെ പി മോഹനൻ MLA, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി എന്നിവർ സംയുക്തമായി ഒളിമ്പിക് റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കണ്ണൂർ മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച് കണ്ണൂർ നഗരം ചുറ്റി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ പവിത്ര മാസ്റ്റർ, സെക്രട്ടറി C പ്രദീപ്, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PK ജഗന്നാഥൻ, സെക്രട്ടറി ഡോക്ടർ ബാബു പന്നേരി, ട്രഷറർ ഷബിൻ കുമാർ, കേനന്നൂർ സൈക്ലിംഗ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാഹിൻ പള്ളിക്കണ്ടി, K അഞ്ജന, വിവിധ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ BJP ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. BJP തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് K ലിജേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. ന്യൂമാഹിയിലെ മുഴുവൻ റോഡുകളും അറ്റകുറ്റപ്പണി ചെയ്ത് ഗതാഗതയോഗ്യമാക്കുക, ജൽജീവൻ പദ്ധതി പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ന്യൂമാഹി പഞ്ചായത്തിന് മുന്നിൽ BJP ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. BJP തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് K ലിജേഷ് ഉദ്ഘാടനം ചെയ്തു. സാഹചര്യത്തിൽ ഈ റോഡുകളെല്ലാം തന്നെ ഇന്ന് പൂർണ്ണസ്ഥിതിയിൽ എത്തിക്കുവാനുള്ള പൂർണ്ണമായിട്ടുള്ള ഫണ്ട്, അനിവാര്യമായിട്ടുള്ള ഫണ്ട് ഈ പഞ്ചായത്തിന്റെ കയ്യിലുണ്ട്, ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അങ്ങനെ യഥാക്രമം ഈ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്തതാണ്, അതിൽ കൃത്യമായി ഇടപെടാൻ സാധിക്കാത്തതാണ് ഈ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യത്തിന് കാരണം എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആധികാരികമായി പറയാൻ സാധിക്കും. കാരണം ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൂർണ്ണ തുക, ഈ പദ്ധതി നിർവഹണത്തിന് ആവശ്യമായിട്ടുള്ള പൂർണ്ണ തുക പഞ്ചായത്തിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട്. അത് അവരുടെ കയ്യിലുണ്ട്. ഈ പദ്ധതി നിർവഹണത്തിന് വേണ്ടി ടെൻഡർ നൽകിയിട്ടുണ്ട്. അതിനൊരു കരാറുകാരനുണ്ട്. ഈ കരാറുകാരനെ കൊണ്ട് കൃത്യമായി കൃത്യസമയത്ത് പദ്ധതി പൂർത്തീകരണം നടത്തുവാൻ കഴിവില്ലാത്ത ഒരു ഭരണസമിതിയാണ് ന്യൂമാഹി പഞ്ചായത്തിന്റേത് എന്ന് പറഞ്ഞാൽ തെറ്റാർക്കാ പറയാൻ സാധിക്കുക?
പ്രജീഷ് മഠത്തിൽ അധ്യക്ഷനായി. KP രഞ്ജിനി, സത്യൻ ചാലക്കര, ദിനേശൻ അങ്കവളപ്പിൽ, അനീഷ് കൊള്ളുമ്മൽ, K ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. P പ്രവീഷ് കുമാർ, K അനിൽകുമാർ, അനീഷ് കൊളവട്ടത്ത്, രമേശൻ തൊട്ടൻ്റെവിട, MM നിബീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ഘടകങ്ങളെ സജ്ജമാക്കുന്നതിനായി മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സന്നാഹം തദ്ദേശീയം ഏകദിന കൗൺസിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാനൂർ പൂക്കം റോഡിൽ ഒമാസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ഘടകങ്ങളെ സജ്ജമാക്കുന്നതിനായാണ് മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്നാഹം തദ്ദേശീയം ഏകദിന കൗൺസിൽ ക്യാമ്പ് പാനൂരിൽ സംഘടിപ്പിച്ചത്. പാനൂർ പൂക്കോം റോഡിൽ ഒമാസ് ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടന്നത്. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ട്രഷറർ കാട്ടൂർ മഹമ്മൂദ് ഉദ്ഘാടനം ചെയ്തു. ഈ നിയോജക മണ്ഡലത്തിൽ നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറം കർമ്മമണ്ഡലം സക്രിയമാക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഈ നിയോജക മണ്ഡലത്തിൽ നമുക്ക് വലിയ വിജയം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ജാഗരൂകരാകണം. നമ്മൾ കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തണം. സമൂഹത്തിന്റെ താല്പര്യങ്ങളോടൊപ്പം നിൽക്കാൻ സാധിക്കണം. സമൂഹത്തിന്റെ വ്യഥകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തണം. അങ്ങനെ സമൂഹത്തോടൊപ്പം സംവദിച്ചും സഹവർത്തിച്ചും മുന്നോട്ട് പോയാൽ ഈ നിയോജക മണ്ഡലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം നമ്മുടേതാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് PPS സലാം അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PK ഷാവുൽ ഹമീദ് ക്യാമ്പ് വിശദീകരണം നടത്തി. പാനൂർ നഗരസഭ മുൻ ചെയർമാൻ V നാസർ മാസ്റ്റർ, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി CK മുഹമ്മദ് അലി, ഡോക്ടർ NA മുഹമ്മദ് റഫീഖ്, T മൗറൂഫ്, MC അൻവർ, EM ബഷീർ, ഗഫൂർ മുലശ്ശേരി, CP റഫീഖ്, NP മുനീർ, നസീർ പുത്തൂർ, നൌഷാദ് അണിയാരം, സലാം മൂര്യാട് എന്നിവർ സംസാരിച്ചു. കൊടിപ്പൊയിൽ മുസ്തഫ ക്ലാസ് എടുത്തു. AIYF കേരള മഹിളാ സംഘം NFIW ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ SDPIയെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യമുയർത്തി സദാചാര ഗുണ്ട ആക്രമണങ്ങൾക്കെതിരെയും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയും മാനവ സൗഹൃദ യാത്ര സംഘടിപ്പിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A പ്രദീപൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. AIYFന്റെയും കേരള മഹിളാ സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് SDPIയെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യമുയർത്തി മാനവ സൗഹൃദയാത്ര സംഘടിപ്പിച്ചത്. സദാചാര ഗുണ്ട അക്രമങ്ങൾക്കെതിരെയും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുമാണ് മാനവ സൗഹൃദയാത്ര സംഘടിപ്പിച്ചത്. AIYF ജില്ലാ സെക്രട്ടറി KV സാഗർ, മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KM സ്വപ്ന എന്നിവർ നേതൃത്വം നൽകി. CPI കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി N ഉഷ, P അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ ടീം അംഗങ്ങളെ ചെമ്പാട് KCK ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മിഥില ചെമ്പാട് പന്നിന്നൂർ പഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അവരപ്പം തന്നെ വിളിച്ച് ഒരു കളിയങ്ങ് കളിക്കുകയ്യ. ആ കളിയിൽ ഇന്നേഴ്സ് ക്ലബ്ബ് തോൽക്കുകയ്യ സാർ. ഇന്നേഴ്സ് ക്ലബ്ബ് വലിയ പരിശീലനം നടത്തിയിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടുന്ന് തോറ്റുപോകും. കാരണം എന്താ വെച്ചാൽ കളിയുടെ ട്രിക്ക് എപ്പോഴും നിരന്തരമായി കളിക്കുന്നവർക്കാണ് അത് സ്വായത്തമാകുന്നത്. അപ്പോൾ ആ കഴിവുകൾ സ്വായത്തമാക്കുന്നതിന് ഇവിടെ നിരന്തരം കളി നടക്കണം. അത് രാവിലെയാണെങ്കിൽ രാവിലെ, വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരം, ഏതെങ്കിലും സമയത്ത് കുട്ടികൾക്ക് ഒരു 3-4 മണിക്കൂർ വ്യായാമം ചെയ്യാനും കളിക്കാനുമുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ടാകും. നമ്മുടെ കായിക മന്ത്രിയുടെ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് മയക്കുമരുന്നിന് എതിരെ കായിക രംഗത്തെ വിനിയോഗിക്കുക എന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ അധ്യക്ഷത വഹിച്ചു. ടീമിന്റെ മുഖ്യ പരിശീലകൻ MC രവീന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. ടീം അംഗങ്ങൾക്കും ഖേലോ ഇന്ത്യ ജൂനിയർ താങ്ത ചാമ്പ്യൻഷിപ്പ് വിജയ് വിദ്യുത് വിനോദിനും KK പവിത്രൻ മാസ്റ്റർ ഉപഹാരം സമ്മാനിച്ചു. അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലുള്ള ഓട്ടമാണത്.
സ്പോർട്സ് കൗൺസിൽ വോളി പരിശീലകൻ കെ പ്രമോദൻ, ടി ഹരിദാസ്, മണിയൂർ രാജൻ, VM അർജുൻ, ഇ ഷിജിൻ എന്നിവർ സംസാരിച്ചു. KCK ക്ലബ്ബ് സെക്രട്ടറി കെ ഷാജി സ്വാഗതവും പ്രസിഡന്റ് PP ദിജിൻ നന്ദിയും പറഞ്ഞു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 11 ടീമുകളിൽ നിന്നും KCK ക്ലബ്ബ് പരിശീലനം നൽകിയ PP അശ്വിൻ ക്യാപ്റ്റനായ ടീമാണ് ജേതാക്കളായത്. ജില്ലയെ പ്രതിനിധീകരിച്ച് ടീമിലെ 4 പേർ സംസ്ഥാന തലത്തിലും മത്സരിച്ചു. മലപ്പുറത്ത് നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലയ്ക്ക് 3ാം സ്ഥാനവും ലഭിച്ചിരുന്നു. കർഷക സംഘം ചമ്പാട് വില്ലേജ് സമ്മേളനം സമാപിച്ചു. ചമ്പാട് ചോതാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KC മനോജ് ഉദ്ഘാടനം ചെയ്തു. നയപരമായ തീരുമാനം ഗവൺമെന്റ് എടുക്കണം. അങ്ങനെ ഉൽപാദന ചെലവ് +50% കൂടി കിട്ടുമ്പോൾ കൃഷിക്കാരന് കൃഷി ആദായകരമാകും, കൃഷിക്കാരന് മാന്യമായി ജീവിക്കാൻ കഴിയും, കർഷകരുടെ ആത്മഹത്യക്ക് തടയിടാൻ കഴിയും എന്ന സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് സ്വാമിനാഥൻ ഈ സമ്മേളന കാലയളവിലാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളത്. സ്വാമിനാഥൻ കമ്മീഷൻ മരിക്കുന്നത് വരെ ആ റിപ്പോർട്ട് വെളിച്ചത്ത് വന്നിട്ടില്ല, നടപ്പിലാക്കിയിട്ടില്ല എന്ന് നമ്മൾ കാണും. ഈ റിപ്പോർട്ടിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് BJP അധികാരത്തിൽ വന്ന് നടക്കും. അങ്ങനെ ഒരു പ്രത്യേക വിമാനമെടുത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ലക്ഷക്കണക്കിന് വരുന്ന കാർഷിക പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെല്ലാം പ്രത്യേക വിമാനമെടുത്ത് പോയി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി വോട്ട് നേടി കൃഷിക്കാരോട് പറഞ്ഞു, എനിക്കൊരു പോള കണ്ണടക്കാൻ കഴിയുന്നില്ല, രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. നരേന്ദ്രമോദിയുടെ വാചകമായിരുന്നു. ഒരു ദിവസം പോലും കണ്ണടക്കാൻ കഴിയില്ല. കൃഷിക്കാരൻ്റെ ആത്മഹത്യ കണ്ടിട്ട് എൻ്റെ ഒരു പോള കണ്ണടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കൃഷിക്കാരൻ്റെ ജീവിതം രക്ഷിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. BJP അധികാരത്തിൽ വന്നാൽ സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കും. അതുമാത്രമല്ല, കൃഷിക്കാരൻ്റെ വരുമാനം ഏതാണ്ട് ഒരു 5 വർഷം കഴിയുമ്പോഴേക്ക് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്റെ വരുമാനം എത്രയാണോ കിട്ടുന്നത് ആ നിലയിലേക്ക് കൃഷിക്കാരന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള പ്രചരണമായിരുന്നു UPA സർക്കാരിന്, കോൺഗ്രസ് ഗവൺമെന്റിനെതിരായി കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ള പ്രചരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തി. ആ തെരഞ്ഞെടുപ്പിലാണ് 2014 BJP അധികാരത്തിൽ വരുന്നത്. BJP അധികാരത്തിൽ വരുന്നു, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നു. നമ്മൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കാൻ പോയിട്ട് ആ റിപ്പോർട്ട് എന്താണെന്ന് പോലും തിരിഞ്ഞു നോക്കാൻ അവർ സാധിച്ചിരുന്നില്ല. ആ സമ്പൂർണമായ BJP-യുടെ നയം, കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയത്തിന് കുറച്ചുകൂടി തീവ്രമായ നിലയിൽ വിവിധ കരാറുകൾ നടപ്പിലാക്കുന്നതോടുകൂടി കൃഷിക്കാരന്റെ സാഹചര്യങ്ങൾ അതിഗുരുതരമായ സങ്കീർണമായ പശ്ചാത്തലത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ കാണും. TT അഷ്കർ അധ്യക്ഷത വഹിച്ചു. K ബിജു അനുശോചന പ്രമേയവും KN ജയതിലക് രക്തസാക്ഷി പ്രമേയവും VP ശശീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും KK മോഹൻകുമാർ പ്രമേയവും അവതരിപ്പിച്ചു. KP ശശിധരൻ സ്വാഗതം പറഞ്ഞു. TT അഷ്കറിനെ പ്രസിഡന്റായും VP ശശീന്ദ്രനെ സെക്രട്ടറിയായും VP പ്രീന, A ജയരാജൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും KN ജയതിലക്, നസീർ ഇടവലത്ത് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും KK മോഹൻകുമാറിനെ ഖജാൻജിയായും സമ്മേളനം തിരഞ്ഞെടുത്തു. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ
യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3-ാം സ്ഥാനവും BComൽ 7-ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. Courses offered: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38-ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.
ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ ജൂലൈ 8 സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ മുന്നോടിയായി ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സമര സന്ദേശ വാഹനയാത്ര നടത്തി. വിലക്കയറ്റം തടയുക, അനധികൃത കാറ്ററിംഗ് നിരോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. ജില്ലാ രക്ഷാധികാരി പി ഉമ്മർ ജാഥ ക്യാപ്റ്റൻ പി ജോയ്ക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന കാറ്ററിംഗ് മേഖലയിൽ ബിസിനസ് രംഗത്ത് മാസം 8-ാം തീയതി വിലക്കയറ്റത്തിനെതിരെയും അതുപോലെ തന്നെ അനധികൃത കാറ്ററിംഗിനെതിരെയും ഭരണകൂടം നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ 8 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് കണ്ണൂരിൽ നിന്നും ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥയാണ് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് തളിപ്പറമ്പ് സമാപിക്കും. അവിടുന്ന് സംസ്ഥാന സെക്രട്ടറി ജില്ലാ സമര പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ജില്ലാ ജനറൽ സെക്രട്ടറി വിൻസെന്റ് തോമസ് അധ്യക്ഷനായി. ഇരിട്ടി, ചെമ്പേരി, ചെറുപുഴ, ആലക്കോട്, പയ്യാവൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയതിനു ശേഷം വാഹന സന്ദേശയാത്ര തളിപ്പറമ്പിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമര പ്രഖ്യാപന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് മധുരപലഹാരം വിതരണം ചെയ്തു. തലശ്ശേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മധുര വിതരണം നടന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലശ്ശേരിയിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് N അഷ്റഫ്, വൈസ് പ്രസിഡന്റ് S ഹൈമ, CK അർബാസ്, VV ഷുഹൈബ്, തലശ്ശേരി സൗത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് M മുനാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കതിരൂർ പുല്ലിയോട് CH നഗറിലെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകൾ നട്ടു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MC പവിത്രൻ നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കതിരൂർ പുല്ലോട് CH നഗറിലെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു കൊട്ടപ്പൂ പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകളുടെ നടീൽ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MC പവിത്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഓണക്കാലം വരവേൽക്കപ്പെടുന്നത്. മഹാബലിയുടെ ഭരണകാലത്ത് ഓർമ്മപ്പെടുത്തി കള്ളവും ചതിയുമില്ലാത്ത ഒരു പുതിയ കാലത്തെ സ്വപ്നം കാണുന്ന മലയാളികളുടെ ദേശീയ ഉത്സവമെന്ന നിലയിലാണ് ഓണത്തെ എല്ലാ മലയാളികളും കാണുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഓണക്കാലത്ത് പൂക്കളം തീർക്കുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് നാട്ടിൻപുറത്ത് ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് എന്ന പദ്ധതിയോടൊപ്പം ഈ പ്രദേശത്തെ കർഷക സംഘത്തിൻ്റെ പ്രവർത്തകരും ചേർന്നുകൊണ്ട് ഇവിടെ ഈ ഓണക്കാലത്ത് ആവശ്യത്തിന് വേണ്ടിയുള്ള പൂക്കൾ തീർക്കുന്നതിന് വേണ്ടി പൂ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്ത് ഇന്ന് A വേണുഗോപാലൻ അധ്യക്ഷനായി. N സജിത്, T സുധാകരൻ, ശ്രീജേഷ് പടന്നക്കണ്ടി, A ജസിൻ എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്ത ചെറിയ ഇടവേള കഴിഞ്ഞ്. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. മനം പോലെന്നും
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. കടവത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പരിധിയിൽ നിന്നും SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ബാങ്ക് ഏർപ്പെടുത്തിയ AP കുഞ്ഞിക്കണ്ണൻ സ്മാരക എൻഡോമെന്റ് വിതരണം ചെയ്തു. ബാങ്ക് കോൺഫറൻസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ AP കുഞ്ഞിക്കണ്ണൻ സ്മാരക എൻഡോമെന്റ് നൽകിയാണ് കടവത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ആദരിച്ചത്. കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ CV ശശീന്ദ്രൻ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ചിന്താശേഷിയുള്ള കരുത്തുറ്റ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മുടെ പുതിയ തലമുറക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ വഴിതെറ്റുന്നവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാനായി എന്റെ പാടായി എന്ന ചിന്തയിൽ നിന്ന് മാറി ഞാനും എന്റെ സമൂഹവും എന്റെ നാടും എന്റെ സുഹൃത്തുക്കളും എല്ലാവരും നല്ല വഴിയിലേക്ക് സഞ്ചരിക്കണം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് പോകാൻ സാധിക്കണം. മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: വീട്ടിലൊരു പെട്ടി, പിന്നെ ഒരു പെട്ടി ബസ്സില്, പിന്നെ ഒരു പെട്ടി ക്ലാസ്സില്. ആ പെട്ടിക്കുള്ളിൽ നമ്മൾ ഒതുങ്ങുകയാണ്. വീട്ടിലൊരു റൂം, അവിടെ നമ്മൾ ഒതുങ്ങുന്നു. പിന്നെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ബസ്, അതിൽ ഒതുങ്ങുകയാണ്. പിന്നെ ക്ലാസ്സിൽ അതിലും ഒതുങ്ങുകയാണ്. ബാങ്ക് പ്രസിഡന്റ് മനോമോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി. സെക്രട്ടറി AK സുരേഷ് സ്വാഗതം പറഞ്ഞു. A രാഘവൻ മാസ്റ്റർ, PK മുകുന്ദൻ മാസ്റ്റർ, മനോജ് എടവലത്ത്, OT മഹമ്മൂദ്, VP അബൂബക്കർ, ഡയറക്ടർ KK സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. NIM ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങത്തൂർ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി റാലിയും സംഗമവും സംഘടിപ്പിച്ചു. യുദ്ധത്തിനെതിരായി പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായാണ് വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരന്നത്. യുദ്ധഭീകരതയ്ക്കെതിരെ എന്ന സന്ദേശമുയർത്തിയാണ് പെരിങ്ങത്തൂർ NIM ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ റാലി നടത്തിയത്. യുദ്ധവിരുദ്ധ റാലിയും സംഗമവും പെരിങ്ങത്തൂർ ടൗണിലാണ് നടന്നത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. ലോക മനസാക്ഷിയെ വ്യസിക്കുന്നതാണ്. ഒരുപാട് കുഞ്ഞുമക്കൾ ലോകത്തിന്റെ പരീക്ഷകളായി
ലോകത്തിന്റെ പുതിയ നാമ്പുകളായി ഒരു കാലഘട്ടം പ്രതീക്ഷയോടുകൂടി കാണുകയും കാണേണ്ടുകയും ചെയ്യുന്ന കുഞ്ഞു മക്കളുടെ ചിതറിത്തെറിച്ച പുഞ്ചിരികളാണ് ലോക മനസാക്ഷിയെ തെറ്റിച്ചുകൊണ്ട് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ അങ്ങനെ കരളലിയിക്കുന്ന ഒരുപാട് രംഗങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് ആളുകൾ മനുഷ്യ ശരീരങ്ങളിലെ കബന്ധങ്ങളായി കിടക്കുകയാണ്. ഓരോ യുദ്ധത്തിന്റെയും വിജയം എന്ന് ആഘോഷിച്ച് അഹങ്കരിച്ച് നടക്കുമ്പോൾ പോലും ആ രാജ്യത്തിന്റെ മണ്ണിൽ കുഞ്ഞുമക്കൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരുടെ സ്കൂൾ പ്രധാനാധ്യാപകൻ വി കെ അബ്ദുൽ നാസർ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ MPK അയ്യൂബ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. അതിനെ ഒരു കാരണവശാലും പിന്തുണക്കുകയുമില്ല. യുദ്ധത്തെ എതിർക്കുന്നതോടൊപ്പം യുദ്ധം കാരണമാവുന്ന പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ എന്നാൽ കഴിയും വിധം ഞാൻ പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ അറിവും കഴിവും ശാസ്ത്ര പുരോഗതിയും മാനവരാശിയുടെ നന്മക്കായി ഉപയോഗിക്കപ്പെടേണ്ടതാണ്. ആയതിനാൽ എന്നാൽ കഴിയും വിധം യുദ്ധവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമെന്നും സമൂഹത്തെയും ഇത്തരം കാര്യങ്ങളിൽ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കൗൺസിലർ അൻസാർ, സ്റ്റാഫ് സെക്രട്ടറി എ മുഹമ്മദ് ഹാരിസ്, ക്ലബ്ബ് കൺവീനർ KM സമീർ, CI റിയാസ്, PTK മുഹമ്മദ് അലി, റഫീഖ് കാരക്കണ്ടി, P സമീർ, EK അബ്ദുൽ ജലീൽ, PP അഷ്റഫ്, PC നൌഷാദ്, K റഫീഖ്, നൌഷാദ് കൂടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ CITU തലശ്ശേരി ഏരിയ സമ്മേളനം നടന്നു. ക്രൈസ്റ്റ് കോളേജ് ഹാളിൽ CITU തലശ്ശേരി ഏരിയ സെക്രട്ടറി A രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ തലശ്ശേരി ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CITU തലശ്ശേരി ഏരിയ സെക്രട്ടറി A രമേശ് ബാബു നിർവഹിച്ചു. കഴിഞ്ഞ 3 വർഷക്കാലത്തെ നമ്മുടെ ഏരിയയിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ അതിന് എന്തെങ്കിലും പരിശോധിക്കണ്ടേ? അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കണ്ടേ? അതൊന്നും ചൂണ്ടിക്കാണിക്കാതെ കണ്ട് രണ്ടാൾ വന്നിട്ട് പേരിന് മാത്രം ഒരു ചർച്ചയിൽ പങ്കെടുക്കാതെ വന്ന് സമ്മേളനത്തിന്റെ പ്രസക്തിയിൽ നഷ്ടപ്പെട്ടില്ലേ? ഭാവിയിൽ ഇത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് കൂടുതൽ ചർച്ചയിൽ പങ്കെടുക്കണം. ഒന്നത്. രണ്ടാമത്തെ ഇപ്പം ഇടക്കിടക്ക് കേൾക്കുന്നല്ലേ, നമ്മൾ സമ്മേളനം അലങ്കോലപ്പെടുത്തുന്ന ലീവ് എടുത്തിട്ട് വരണം. ജില്ലാ സമ്മേളനത്തിൽ ലീവ് എടുത്തിട്ട് വരണം. ജില്ലാ സമ്മേളനത്തിൽ ഇടയ്ക്ക് പോകാൻ വേണ്ടി പാടില്ല. അവിടെ എല്ലാ ഭക്ഷണമുണ്ട്, ചായയുണ്ട്. തലശ്ശേരി ഏരിയ പ്രസിഡന്റ് TP ശ്രീധരൻ അധ്യക്ഷനായി. C ശ്രീജൻ പ്രവർത്തന റിപ്പോർട്ടും യൂണിയൻ ജില്ലാ സെക്രട്ടറി VV ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ PP രാജേഷ്, KK സഞ്ജന, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് CK പ്രശീലകുമാരി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി TP ശ്രീധരനെ പ്രസിഡന്റായും C ശ്രീജനെ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. കർഷക സംഘം എരഞ്ഞോളി വില്ലേജ് സമ്മേളനം തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. കുണ്ടാഞ്ചേരി രാജൻ നഗറിൽ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം K ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം എരഞ്ഞോളി വില്ലേജ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം K ബാബുരാജ് നിർവഹിച്ചു. അങ്ങനെ കൃഷിക്കാരുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ സാധിക്കുന്ന വഴിയിലേക്ക് നമ്മുടെ കർഷക സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ മാറ്റണം. അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് നമ്മുടെ കർഷക സംഘം വളർന്നു വന്നത്. CK പ്രദീപൻ അധ്യക്ഷനായി. CV സൂരജ്, E ബാലകൃഷ്ണൻ, KD മഞ്ജുഷ, CK പ്രദീപൻ, പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ, സുഗീഷ് പൊന്നം എന്നിവർ സംസാരിച്ചു. പ്രമേയ കമ്മിറ്റി PC ദിനേശൻ, KK ശശി എന്നിവരും, മിനിറ്റ്സ് കമ്മിറ്റി AK സുസ്മിത, P നിഷ എന്നിവരും, രജിസ്ട്രേഷൻ A ഷറഫുദ്ദീൻ, AK ഷനൂജ് എന്നിവരും നിയന്ത്രിച്ചു.
പുതിയ ഭാരവാഹികളായി CV സൂരജിനെ സെക്രട്ടറിയായും CK പ്രദീപിനെ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പതിനേഴുകാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കണ്ണൂർ ചേറ്റുംചാൽ സ്വദേശി ജിബിന് തടവും പിഴയും. പെൺകുട്ടിയെ മർദ്ദിച്ച പ്രതിയുടെ അമ്മ മിനി ജോസിന് 1 വർഷം തടവും. വയോധികക്ക് നേരെ തെരുവുനായ ആക്രമണം വീണ്ടും. കണ്ണൂർ കണ്ണാടിപ്പറമ്പിലായിരുന്നു സംഭവം. തലശ്ശേരി നഗരഹൃദയത്തിലെ നഗരസഭാ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഓഫീസുകളും കടകളും ചോർന്നൊലിക്കുന്നു. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വൻ നാശനഷ്ടം. പന്ന്യന്നൂരിൽ ഗ്രാമീണ കൂട്ടായ്മയിൽ സ്റ്റേഡിയം ഒരുങ്ങുന്നു. 40 ഏക്കർ സ്ഥലമാണ് സ്റ്റേഡിയത്തിനായി ഏറ്റെടുക്കുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.